ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ബഹുമാന്യനായ മറ്റ് കുടുംബത്തിലെ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങൾ
ഇപ്പോഴിവിടെ എന്നാ പറഞ്ഞിരുന്നാൽ അതിനൊന്നും പ്രസക്തി. എന്നാൽ ഞാനിതിൻ്റെ ഈ ആറിൻ്റെ തൊട്ടക്കരെ ഭാഗത്ത് ഒരു ഇവിടെ കടയപ്പുഞ്ചയിലെ പണത്തരക്കാരും ഈ പ്രിയപ്പെട്ട മകനുമായി ചേർന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന കാലം എൻ്റെ പിതാക്കന്മാരടക്കം ഇവിടെ വരികയും സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളെ സംബന്ധിച്ച് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ എത്ര സന്തോഷകരമായി സൗഹാർദ്ദപരമായി ദൈവസ്നേഹത്തിലെ ചേർന്ന് പാർക്കുവാനായിട്ട് കഴിഞ്ഞിരുന്ന സമയങ്ങളെക്കുറിച്ച് ഓർക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. എനിക്കും അങ്ങനെ കൂടുതൽ സഞ്ചരിക്കുവാനായിട്ട് കഴിയുന്ന അല്ല. ഈ കടത്തുവള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് സ്റ്റെപ്പ് കയറി വരുവാനായിട്ട് അറിയാം. ബാഗിൻ്റെ ബുദ്ധിമുട്ടിലെ കാണപ്പെടുക. എങ്കിലും ഈ കുടുംബത്തോടും പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഇടപെട്ടിരുന്നതിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ഒരു നോക്ക് കാണാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ രക്ഷാസൈന്യം പറയുന്നത് മരിച്ചു എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പറയുന്നത് മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് എൻ്റെ വാക്കുകൾ കാരണം എനിക്ക് തീരെ കഴിയില്ലാത്ത അവസ്ഥയിൽ അതുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ പ്രിയ കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ പോലും ഒരു മുഖം കറുത്ത വാക്ക് സംസാരിച്ചതായിട്ട് എനിക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പിതാക്കന്മാർ മുതൽ ഞങ്ങളെ സഹകരിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേങ്കിൽ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായിരുന്നു ദൈവസ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദൈവം ഇഷ്ടപ്പെടുന്നതായ പ്രിയപ്പെട്ടവരെ വിളിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കുക പതിവാണ്. നമ്മെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് മരണം ഒരു ദുഃഖമല്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ മരണം കൊണ്ട് ജീവിതം അവസാനിച്ചിട്ടില്ല. മരണം കഴിഞ്ഞും തനിക്ക് തൻ്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യതയിലെ പാർപ്പിടം അതേ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പാർക്കുവാനായിട്ട് കഴിയും ദൈവമക്കളുമായിട്ട്. ആയതുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം ഇങ്ങനെയാണ്: ഒരു നാൾ നാം ഈ ശരീരം വെടിഞ്ഞ് പോയേ മതിയാവുകയുള്ളൂ. ആയതുകൊണ്ട് ഒരു ദിവസമെങ്കിലും മുൻപേ സ്വർഗത്തിലെ കർത്താവ് നമ്മെ വിളിക്കുവാനുള്ളതായ ഒരുക്കത്തോട് ദേശത്ത് പാർക്കേണ്ടത് ആവശ്യമാണ്. യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന്. മനുഷ്യൻ മരിച്ചാൽ ഇവിടെ വീണ്ടും ജീവിക്കുവാനായിട്ട് കഴിയുന്ന ഒന്നല്ല. എന്നാൽ അവൻ്റെ യുദ്ധകാലം അത്രയും അതിനുവേണ്ടി, യുദ്ധകാലം എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രവൃത്തിയുടെ കാലം അത്രയും അതിനുവേണ്ടി കാത്തിരിക്കുവാനായിട്ട് കഴിഞ്ഞാൽ കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ പാർക്കുവാനുള്ളതായ വലിയ അവസരങ്ങളാൽ ദൈവം നൽകും. അങ്ങനെ അവിടെ പാർക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ കഷ്ടത്തിൻ്റെ പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ നടുവിൽ നിന്ന് അത്രയും വേഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ അതെത്ര ഭാഗ്യകരമായിരിക്കുന്ന ഒരനുഭവമാണ്. ദൈവം നമ്മളെ വിളിക്കണമെങ്കിൽ നാം ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയാൽ പൂന്തോട്ടത്തിൽ നിന്ന് നാം ഒരു പൂവ് തീർക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ തീർപ്പെടുത്തുന്നത്. ആയതുകൊണ്ട് കർത്താവിൽ നമ്മെ നോക്കുമ്പോൾ ഇഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തക്കുന്നതായ രീതിയിൽ നാം ഇവിടെ പാർക്കുവാനായിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മെ വിളിച്ച് വേർതിരിച്ച് എൻ്റെ കർത്താവിനോട് കൂടെ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് ദൈവത്തിന് സ്വാതന്ത്ര്യം. ആ സ്ഥലത്തെ സംബന്ധിച്ച് സങ്കീർത്തനം 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് പറയുന്നത് മനോഹരമായ അളവുനൂല് എനിക്ക് മനോഹര ദേശത്ത് വിളിച്ച് വേർതിരിച്ച്
പോലെ ഒരു ദിനം ഉണ്ടാകും. നമ്മയും ഇത് പ്രകാരത്തില് വിളിച്ച് കർത്താവിനോട് ചേർക്കുവാനിടയാകും. അവിടെ നമുക്ക് പാർക്കുവാനുള്ളതായ അവസരം ഉണ്ടാകും. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പാട്ടിങ്ങനെ പറയുന്നു, ദൈവത്തിന് സ്തോത്രം. എനിക്ക് പാടുവാൻ കഴിയുന്നതല്ല, എന്നാൽ അത് ഓർത്തു പോയതാണ്. സ്വർഗഭാഗ്യം എത്ര യോഗ്യം, ആർക്ക് വർണ്ണിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് അത്ര ഭയങ്കരമായിരിക്കുന്ന ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തില് എനിക്കും പ്രവേശിക്കണം, എനിക്കും ജീവിക്കണം. എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യത മറ്റൊരാൾക്കും അവകാശപ്പെടുവാനുള്ളതല്ല. ആയതിന്റെ അവകാശിയായിട്ട് തന്നെ ദൈവത്തോടു കൂടെ പാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് കാത്തിരിക്കുന്നു. എന്നെ അവിടുന്ന് കൈക്കൊള്ളുമാറാകണമേ. ഈ പ്രത്യാശയോടെ നിൽക്കുവാനായിട്ട് കഴിയുന്നെങ്കിൽ ഈ അളവുന്നൂല് നമുക്കും വീഴുവാനുമായിട്ട് സ്വർഗത്തിലെ ദൈവവസരങ്ങളെ തന്ന് സഹായിക്കുന്ന ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന ഭവന അംഗങ്ങളോടും അതുപോലെ സ്വന്തക്കാര്, നാട്ടുകാര്, അങ്ങനെയുള്ള എല്ലാവരും എനിക്ക് വളരെ ദുഃഖവും പ്രയാസവും. പക്ഷേ ഇങ്ങനെ കടന്നുപോയ മതിയാകും. ഞാനൊരു പക്ഷേ ഇവിടുന്ന് അക്കരച്ചില്ല എത്തും എന്നെനിക്ക് പ്രത്യാശയുണ്ട്. ഏത് നിമിഷത്തിൽ എൻ്റെ കർത്താവ് വിളിക്കുമോ ആ നിമിഷത്തിലെ പോകുവാൻ ഒരുക്കമുള്ളവനായിട്ട് കാണേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുന്നത് കൊണ്ട് അപ്രകാരത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. ആമേൻ. അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാനാകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീയാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യരെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളിച്ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെ രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. ഒരു ഉറക്കം പോലെ അത്രേ. രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തടിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാലത് 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുത്തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവരാൽ ഞങ്ങൾ ഞാനോട് ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം ഞങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ ദയ കൊണ്ടും എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളെ അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും
അവരുടെ മക്കൾക്ക് അതിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടാതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും. സന്തോഷത്തോടാതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും. ഞാൻ ദോഷമായിട്ടൊന്നു ഉടൻ്റെതാതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നു ഉടൻ്റെതാതൻ ചെയ്യുകയില്ല. എന്നെ അവനാടി എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറി വന്നാൽ കർത്താവേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കർത്താവേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. സമാധി കാലം കാഴ്ചയുടെ സ്വഭാവേണ്ട ജീവത്തിൻ വൻപു വേണ്ട. കാഴ്ചയുടെ സ്വഭാവേണ്ട കൂടാരത്തിൻ പോലെ മാത്രം മാറി. കൂടാരത്തിൻ എനിക്കെന്തോ സുഖം തേജസ്സേറും കെരൂബുകൾ ഉള്ളിൽ. എനിക്കെന്തോ സുഖം കൂടാരത്തിനകത്തുണ്ട് സകലയുമുണ്ടാവിടെ. സഹോദരന്മാരാ
ഭക്തന്മാരാം സഹോദര വിളക്കുവാൻ കൂടെയുണ്ട് ുണ്ട് മേശമേലഞ്ഞപ്പാമുണ്ട് പ്രാർത്ഥനയും ധൂപമുണ്ട് മേശമേലഞ്ഞപ്പാമുണ്ട് ഈലന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ കീഴാമവേഗത്തെ എന്നും എന്നെ രക്ഷയാകും യാഗപീഠമാവനത്രേ എന്നും എന്റെ രക്ഷയാവൻ കുറുമ്പുതൂക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ തൊട്ടിയുമുണ്ട് സ്വച്ഛജലം വച്ചിട്ടുള്ള വിശ്വ തൊട്ടിയുമുണ്ട് ഞാനോർക്കുന്നില്ല അഷ്ടാനഷ്ടമോർക്കുന്നില്ല ലോകത്തെ ഞാനോർക്കുന്നില്ല അഷ്ടാനഷ്ടമോർക്കുന്നില്ല എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ ഉള്ളൂ എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ ഉള്ളൂ. ത്രിയേക ദൈവത്തിന്റെ മഹത്വം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഏറെ വേദനയോടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മുമ്പേ പ്രസംഗിച്ചവര് ഒക്കെയും പറഞ്ഞൊരു കാര്യമുണ്ട്. വേർപാടൊരു വേദനയാണ്. അത് പ്രിയപ്പെട്ടവർക്ക്, ബന്ധുമിത്രാദികൾക്ക് അതൊരു വേദനയാണ് തീർച്ചയായും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, എനിക്കും ഒരു വേദനയാണെന്ന് പറയാൻ കാരണം, എനിക്ക് കുര്യാക്കോസ് സാറിനോട് ഒത്തിരി കടമയും കടപ്പാടുമുണ്ട്. കാരണം എന്റെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കുര്യാക്കോസ് സാറിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഒരാത്മീയനായി വളരണമെന്ന് ആഗ്രഹിച്ചത്. സൺഡേ സ്കൂളിലൊക്കെ ഇവരെ പഠിപ്പിക്കുമ്പോഴും എനിക്ക് അദ്ദേഹം പറഞ്ഞു വരുന്നതൊക്കെ ഓർത്ത് ഞാൻ വീട്ടിൽ ചെന്ന് പലപ്പോഴും ഇരുന്ന് ചിന്തിക്കും, എനിക്കും ഇതുപോലെ ഒന്നാകണം. അങ്ങനെ ആ ആത്മീയ ജീവിതം കണ്ട് എനിക്കും അതുപോലെ അനുകരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഒരുപക്ഷെ ഞാനും ഈ ആത്മീയ രംഗത്തിലേക്ക് കടന്നു വന്നത്. ഈ കുടുംബത്തെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് സഭയുടെ ഒരാണിക്കല്ലെന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല. അത്രമാത്രം ഈ കുടുംബം സഭയ്ക്കും സഭാകാര്യങ്ങൾക്കും വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനവും കൈത്താങ്ങലുകളും തന്ന് നിന്ന ഒരു കുടുംബമാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കുര്യാക്കോസ് സാറ്. ഞാൻ പറഞ്ഞത്, അദ്ദേഹം സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ അന്ന് പറഞ്ഞതെന്ന വേദവാക്യങ്ങൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. ആ വേദവാക്യങ്ങളാണ് ഒരുപക്ഷെ എന്നെ പിന്നീട് ആത്മീയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതും അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഞാനൊരു ആത്മീയനായി മാറാൻ കാരണം. പിന്നീട് ഞാൻ
സുവിശേഷ രംഗത്തേക്ക് എന്നെ കൈപിടിച്ചോണ്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യം കടന്നു വന്നു. അച്ഛനാണ് എന്നെ വൈ കോളേജ് വിട്ടത്. നോക്കിയായിരുന്നു ഈ സമയത്ത് വന്ന് അച്ഛനും കയറി വന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞത് എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് സാറായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി കടമയുണ്ട്, ഒത്തിരി വേദനയുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒക്കെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, ആത്മാവ് ദൈവസന്നിധിയിൽ എടുക്കപ്പെടണമെന്ന്. ഒത്തിരി ഒന്നും പറയുന്നില്ല ദൈവമക്കളെ. സഭയ്ക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നാലാവുന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറയുന്നത് ദൈവത്തിന് വേണ്ടി ഒരു ചെറുതല്ല ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിന് പ്രതിഫലമുണ്ട്. 100 മടങ്ങായി 1000 മടങ്ങായി ദൈവത്തിന് തിരിച്ചു തരുമെന്ന് നിശ്ചയമായും തലമുറയ്ക്ക് അപ്രകാരം കൊടുത്തിട്ടുണ്ട്, കൊടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് തന്നെയായിരുന്നാലും താൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവസ്ഥിതിയിൽ നീതീകരണമായി കണ്ട ദൈവം ന്യായാസനത്തിന് മുൻപാകെ നിൽക്കപ്പെടുന്ന സമയം വരുമ്പോൾ അതിനൊക്കെ പ്രതിഫലം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോലെ പൊരുതും, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, എനിക്ക് നീതിയുടെ കിരീടം ലഭിക്കും. അപ്രകാരം തന്നെ വിശ്വാസ ജീവിതത്തിൽ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കി. ആ നീതിയുടെ കിരീടം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവയ്ക്ക് വേണ്ടി എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടിയോ?
കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജല സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷിയിരിക്കുന്നുണ്ടെന്നാൽ അതിനോടെ ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ വാക്കുകളെ അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും അകലത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശു ക്രിസ്തുവേ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും കാലം കഴിയുമകൾ പോയി കർത്താവിൻ വരവു സമീപമായി കേളമപ്പസ്തോല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം പൂർവാവിധ കേളമപ്പസ്തോല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ഞാൻ ചേരാമെന്നിരാമം അന്യേരം വെണ്ണീലോകമാവില്ല ഞാൻ ചേരാമെന്നിരാമം അന്യേരം വെണ്ണീലോകമാവില്ല ഞാൻ നോക്കി ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും
ജീവൻ വച്ചിടും രക്ഷകനാശ്വാസം വരെയും തിന്നാലും കഷ്ടത്തിൻ കുഞ്ഞൊരുക്കത്തിനൊപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണോനെ കുടിച്ചെന്നാലും ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ഈ ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി യേശു വരെയും ജീവൻ വച്ചിടും രക്ഷകനായി യേശു വരെയും. ഉലകിൽ കാണുന്നതുമായ മൺമയമ നീയുലകിൽ കാണുന്നതുമായ മൺമകി മാതല സുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ പാടും പൂക്കളെ പോലെ മിത്രരാഗമേ പിരിഞ്ഞിനി പോകും മാന്യമിത്രരാഗമേ പിരിഞ്ഞിനി പോകും 70 ഏറെയായ എന്തതു മാത്രം 70 ഏറെയായ 80 മാത്രം നീളുമായുസ്സതിലെ നീളുമായുസ്സതിലെ കൊടും വെയിലിലയോ വീഴുന്നു വാടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി
മുറിക്കകത്ത് നിൽക്കുന്നവർ ഒന്നീ മുറിക്കകത്ത് നിൽക്കുക, അല്ലെങ്കിൽ വെളിയിലോട്ടോ പന്തലിലോട്ടോ ഇറങ്ങുക. ബോഡിക്ക് നമുക്ക് പെട്ടിയിലേക്ക് മാറ്റുകയാണ്. അതിനൊരു തടസ്സമുണ്ടാകാതെ എളുപ്പം വെളിയിലോട്ട് ഇറങ്ങിയാൽ പെട്ടി മാത്രം മതി. കഴിയാൻ പോകും. ഒരാൾ പോയിട്ടുണ്ടാവും വന്നിട്ടുണ്ടെങ്കിൽ അടയ്ക്കുന്നോ?
പ്രാർത്ഥിക്കാം. പോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം ചെയ്യും. ശരണത്താലേ നിൻ കൃപയേ ഉയരത്തിൽ നിന്ന് ജീവൻ പ്രവർത്തം നൽകുന്നു. ശരീരം ഭക്ഷിച്ചെന്റെ ജനമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വര പ്രത്യത്തെ കൊണ്ടാടി മതി ചോരും കൈക്കൊണ്ട് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരുന്നവനെ കർത്താവിന്റെ ആകൃതിയെ കുറിച്ച് മരിച്ചവന്റെ വരവിനെ നോക്കുമ്പോൾ മരിച്ചു പോരെ പുണ്യമാക്കണേ. ബ്രഹാവിന്റെ കോട്യങ്ങളുടെ ജനം പ്രാർത്ഥിക്കാൻ വന്നാനും വരുന്നവരുമായിട്ടുള്ളവനാം ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ. ബാറക്കുമാർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാസവും എല്ലാവരുടെ മേൽ ഈ പ്രിയ ഭവനത്തോട് ദൈവമേ തിരുസലിലേക്ക് വിളിച്ചടിപ്പിച്ച ഈ പിതാവിന്റെ ആത്മാവിനോടുകൂടിയും ദുഃഖത്തിലായിരുന്നവരുടെ പ്രിയപ്പെട്ടവരോടുകൂടി തുടർന്നുള്ള എല്ലാ ശുശ്രൂഷ ക്രമീകരണങ്ങളോടും എപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകണമേ. ഇപ്പോൾ മൃതശരീരം വെളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് എടുക്കുന്നതാണ്. എല്ലാവർക്കും അവിടെ വെച്ച് പന്തലിൽ വെച്ച് മൃതശരീരം ദർശിക്കുവാനായിട്ടുള്ള അവസരം ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും.
ഈ വയറൊന്നും നിർത്തി. അറിയാത്തവരൊന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടുന്ന് പോയത്. എല്ലാവരും പോയി അത് മറ്റേ കണക്ഷനാണ് കേട്ടോ. പ്രത്യേകം വിളിക്കുന്നതല്ല, പ്രത്യേകം അറിയിക്കുന്നത്. ഉള്ളവരൊക്കെ ഒരുമിച്ച് നിന്ന് അതിന് സഹകരിക്കണം. പൗരക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇപ്പോൾ ആശ്വാസവാക്ക് അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമത്തിന് ഉണ്ടാകും.
കർത്താവിൽ സ്നേഹിക്കപ്പെട്ടത് വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സ്നേഹിതരെ, ചാർച്ചക്കാരെ, പ്രിയ ജോണിച്ചാൻ്റെ യാത്രയേക്കുള്ള സമയമാണല്ലോ. 85 വയസ്സ് ഈ ഭൂമിയിൽ പൂർത്തീകരിച്ച് ദൈവം വിളിച്ച വഴിയെ യാത്ര ചെയ്ത് ഇപ്പോൾ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചെടുപ്പിച്ചിരിക്കുന്ന ഈ കർത്തദാസന് യാത്രയക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇതൊരു താൽക്കാലികമായ ജീവിതവാസം, ഒരല്പകാലത്തെ ഭൂമിയിലെ വാസം, അതിനുശേഷം ദൈവത്തോടുള്ള നിത്യമായ വാസത്തിനായിട്ട് തിരിഞ്ഞു പുറപ്പെടുകയാണ്. മനുഷ്യജീവിതം പല പ്രായത്തിൽ പല രീതിയിൽ ഈ ഭൂമിയിൽ മാറ്റപ്പെടും. കൊടും അസുഖങ്ങൾ, കഠിനമായ അസുഖങ്ങൾ, വലിയ വലിയ ത്യാഗിതങ്ങളെ, അപകടങ്ങൾ, സ്വാഭാവിക മരണങ്ങൾ എന്ന് വേണ്ട പല രീതിയിൽ പല രൂപത്തിൽ ഭാവത്തിൽ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥ ദൈനംദിന ജീവിതത്തിൽ നിന്ന് കാണുവാനായിട്ട് വേണം. പ്രായവ്യത്യാസമൊക്കെ ഇവിടുന്ന് കടന്നു പോവുകയാണ്. കാരണം മനുഷ്യൻ്റെ കയ്യിലല്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൻ്റെ ക്രമീകരണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇവിടെ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോക ജീവിതം ഭംഗിയായിട്ട് കാത്തു സൂക്ഷിപ്പാനും കടപ്പെട്ടതാണ്. ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ നമ്മെ ആക്കി വിശ്വസ്തയോടുകൂടി ജീവിച്ച് ദൈവം വിളിക്കുമ്പോൾ സന്തോഷത്തോടെ പോകുന്ന ആ ഭാഗ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. ഒരു അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതേറെ അത്യുത്തമമെന്നാണ് പഠിപ്പിക്കുന്നത്. ആ വാക്കിൽ തന്നെ ഒരു വലിയ ധ്വനിയുണ്ട്, ഒരു വിട്ടുപിരിയൽ എന്ന് വെച്ചാൽ ഒരു മരണം, ഒരു വേർപാട്. ഈ ലോക ജീവിതത്തിൽ നിന്ന് ഒരു വേർപാടുണ്ട് എന്ന് സുനിശ്ചിതമായി എന്നെ ഓർപ്പിക്കുക. ഒരു വിട്ടുപിരിയലിൻ്റെ അനുഭവം ഈ ലോകത്തിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന സ്വന്തമെന്ന് പറയാവുന്ന സകലത്തിൽ നിന്നുമുള്ള ഒരു വിടുതലാണ് വിട്ടുപിരിയൽ എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമുക്കുണ്ടായിരുന്ന ഒന്നും ഇനി നമ്മുടെ സ്വന്തമല്ല. എൻ്റേതെന്ന് അവകാശപ്പെട്ടിരുന്ന എല്ലാം ഈ ദാസനോട് ഉപേക്ഷിച്ചു. ഇനിയും എല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അപ്പം മരണത്തിൽ കൂടി ഈ ലോകത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും മുറിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുന്ന പ്രക്രിയ ഈ വിട്ടുപിടിയിൽ കൂടി ഈ ദാസൻ നേടിയിരിക്കുകയാണ്. എന്നാൽ അത് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക എന്നുള്ളേറെ ഉത്തമമാണ്. ലോകജീവിതം ഇവിടെ സമാപിച്ചു കഴിഞ്ഞ് നിത്യതയിൽ അത് ക്രിസ്തുവിനോടുകൂടിയാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകും. അതിനായിട്ടുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വേണം. എങ്കിൽ മാത്രമേ വേർപാടിൻ്റെ അപ്പുറം സന്തോഷമുള്ള പ്രത്യാശയുള്ള